പ്രിയപ്പെട്ടവരെ, നമ്മളെ കാലിഗ്രഫിയുടെ ക്ലാസ്സുകൾ ഇന്നത്തോടെ തുടങ്ങുകയാണ്. നമ്മൾ കാലിഗ്രഫിയിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിലുള്ള ടൂളുകളാണ്. കാലിഗ്രഫി എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ പറയുന്നത് കലമിനെ കുറിച്ചാണ്. കലം ഉപയോഗിച്ചാണ് നമ്മൾ കാലിഗ്രഫി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത കലമാണ്. ഇത് മില്ലിൽ പോയിട്ട് അവിടെ നിന്ന് റീപ്പർ കളക്ട് ചെയ്തിട്ട് ആ റീപ്പർ വരുതി ഉണ്ടാക്കി അത് കട്ട് ചെയ്തുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയ കലമാണ് ഈ കലം. അതുപോലെ തന്നെ ഈ കലം എന്ന് പറയുന്നത് ഇത് ഞാൻ വാങ്ങിയ കലമാണ്. ഈ കലം ഇതിന്റെ നിബ് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. ഓരോ അളവിലുള്ള നിബ് ഇതിന് മാറ്റി കൊടുക്കാൻ കഴിയും. ഈ കലമിന് ഏകദേശം 300 ഏകദേശം ഈ കലമിന് വില വരുന്നുണ്ട്. അന്ന് വില വന്നിട്ടുണ്ട്. പിന്നീടുള്ളത് നമുക്ക് ഇങ്ക് ഒഴിച്ചു വെക്കാൻ ഒരു ഇങ്ക് പോട്ട് വേണം. അതുപോലെ തന്നെ ഈ പോട്ടിലിട്ട് വെക്കാൻ പറ്റിയ ലിക്ക എന്ന് പറയും. ഇത് സിൽക്ക് നൂലാണ്. ഇതിന് നമ്മള് ലിക്ക എന്നാണ് പറയുക. ഈ ലിക്ക വേണം നമുക്ക്. ഇതെന്തിനാന്ന് വെച്ചാല് ഈ ഇങ്ക് ഇതിൽ ഒഴിച്ചു വെച്ചിട്ട് കലം നമ്മള് ഇതിലിട്ട് മുക്കുമ്പോ മഷി എടുക്കാൻ വേണ്ടി കലം മുക്കുമ്പോ കലമിൽ കൂടുതൽ മഷി ആകാതിരിക്കാനും അതുപോലെ തന്നെ ഈ പോട്ട് എങ്ങാനും മറിഞ്ഞു പോകുമ്പോ ഇതിൽ നിന്നും ഇങ്ക് കൂടുതലായി പുറത്തു പോകാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ലിക്ക ഇതിലിട്ട് വെക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ലിക്ക വേണം. അതുപോലെ ഇങ്ക് പോട്ട് വേണം. പിന്നീട് നമുക്ക് ആവശ്യം ഇങ്ക് വേണം. ഇങ്ക് നിലവിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് ഐസോമറിന്റെ കാലിഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള കളറുകളുണ്ട്, ഇങ്കുകൾ ഉണ്ടായിരുന്നു. ആ ഇങ്ക് ഇപ്പോൾ അവൈലബിൾ ആണോ എനിക്കറിയില്ല. അതാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇപ്പോ ബ്ലാക്ക് ഇങ്ക് ഞാൻ ഉപയോഗിക്കുന്നത് ക്യാമലിന്റെ ആർട്ടിസ്റ്റ് കളേർഡ് ഡ്രോയിങ് ഇങ്ക്സ് എന്ന് പറയുന്ന ഇങ്കാണ്. ഇതാണ് ഇപ്പൊ ഞാൻ ബ്ലാക്ക് കളറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ഗ്ലോസി ഷീറ്റാണ്. ഗ്ലോസി ഷീറ്റിലോ അല്ലെങ്കിൽ അഹാർ പേപ്പറിലോ ബട്ടർ പേപ്പറിലോ ഒക്കെയാണ് കാലിഗ്രഫി ചെയ്യല്. ബട്ടർ പേപ്പർ പരിശീലനത്തിനാണ് ഉപയോഗിക്കല്. പിന്നെ സാധാരണ കാലിഗ്രഫി നമ്മള് വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കല് ഒന്നൊരിക്കല് അഹാർ പേപ്പർ ആയിരിക്കും. ഒന്നുകൂടി ക്വാളിറ്റി ഉള്ളതാണ് അഹാർ പേപ്പർ. ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. പിന്നെ ഈ പേപ്പർ ഇത് നമ്മൾ ഗ്ലോസി ഷീറ്റാണ്. ഗ്ലോസി ഷീറ്റിലും നമുക്ക് ചെയ്യാം. വർക്കുകളും ഗ്ലോസി ഷീറ്റിൽ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ടൂളുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം.